അജീഷ് ജയകുമാർ കൂടി ചേരുന്നു. അജീഷ്, എന്തായാലും ഇത്ര സമയമാകുന്നുണ്ട്, SITക്കെതിരെ വിമർശനം പരാതിക്കാരുടെ അഭിഭാഷകർ അടക്കം ഉന്നയിക്കുന്നുണ്ട്. SITയുടെ പ്ലാൻ ബി എന്താണ്? ഹാഷ്മി, വിജയകുമാർ, എന്തായാലും SIT ടീം അംഗങ്ങൾ ഇപ്പോൾ കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് വൈകിട്ടോടുകൂടി കൊച്ചിയിൽ എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇതുവരയ്ക്കും സിദ്ദിഖിനെ കുറിച്ചിട്ടുള്ള ഒരു സൂചനകളും SITക്ക് കിട്ടിയിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ സിദ്ദിഖിന് ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയാണെങ്കിൽ വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമം അത് തടയാൻ വേണ്ടിയിട്ടാണ് LOC ഇറക്കിയിട്ടുള്ളത്, ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. ഈ LOC നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏതാണ്ട് അപ്പോൾ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ബോധ്യമുണ്ടായിരുന്നു. അതായത് ഒരുപക്ഷേ മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയാണെങ്കിൽ അറസ്റ്റിലേക്ക് കടക്കണം, അങ്ങനെയാണെങ്കിൽ വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമം തടയണം. അത് നേരത്തെ തന്നെ ആ നീക്കം ആരംഭിച്ചിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ജില്ലാ പോലീസ് മേധാവി വഴി ബ്യൂറോ ഓഫ് എമിഗ്രേഷനിൽ അപേക്ഷ നൽകുകയും ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ വിമാനത്താവളങ്ങളിലും സിദ്ദിഖിന് പുറത്തേക്ക് കടക്കാനുള്ള നീക്കം, അത് തടയാനുള്ള ശ്രമം ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ വരെ ഈ അന്വേഷണ സംഘത്തിൻ്റെ നിരീക്ഷണ വലയത്തിലുണ്ടായിരുന്ന സിദ്ദിഖ് പിന്നീട് എങ്ങോട്ട് പോയെന്നുള്ളത് ഈ അന്വേഷണ സംഘത്തിൻ്റെ ആർക്കും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. അതൊരു വലിയൊരു വീഴ്ച തന്നെയാണ്. കാരണം ഒരുപക്ഷെ ചില അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ചില സംഘങ്ങൾക്ക് ഒരുപക്ഷെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഈ മുൻകൂർ ജാമ്യ ഹർജി കിട്ടുമെന്ന് തന്നെ ആയിരിക്കും അവർ കരുതിയിരുന്നത്. മറ്റു നടന്മാർക്ക് ജാമ്യം കിട്ടിയതുപോലെ സിദ്ദിഖ് അങ്ങനെയല്ല അജീഷ് എന്ന് പറഞ്ഞാൽ മറ്റു നടന്മാരുടെ കാര്യം എന്താണ്? ഇപ്പൊ മുകേഷിന്റെ കാര്യം ലൈംഗികാതിക്രമമാണ്, അതല്ലാതെ ഈ പറഞ്ഞ ബലാത്സംഗം എന്ന പരാതി ആയിരുന്നില്ല. അത് മാത്രമല്ല ഇത് കുറച്ചുകൂടി ഇപ്പോൾ ആ പരാതിക്കാരിയെ കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഗ്രേവായി, ഇപ്പോൾ കോടതി വിധിയിൽ പറയുന്ന മട്ടിൽ കുറച്ചുകൂടി ഗ്രേവായ, കുറച്ചുകൂടി സീരിയസ് ആയ, അതിൻ്റെ കൃത്യം സമയവും സാഹചര്യവും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള വളരെ വിശദമായ ഒരു പരാതിയാണ് ഈ പരാതിക്കാരുടെ പരാതി. അത് കാണുമ്പോൾ സിദ്ദിഖിന് ജാമ്യം കിട്ടും എന്ന എന്തായാലും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിയില്ലോ അന്വേഷണ സംഘത്തിന്. മാത്രമല്ല അത് അന്വേഷണ സംഘം അങ്ങനെ ചെയ്യാനും പാടില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു നിരീക്ഷണം വെച്ച് പുലർത്തിയിരുന്നില്ല എന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ SITക്ക് ഉണ്ടായ വലിയ വീഴ്ചയാണ് അജീഷ്, അല്ലേ? കാശ്മീർ അനുമാനം മാത്രമാണ്. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ അന്വേഷണത്തിലൊന്നും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ 1.5 മാസം ദീർഘമായ അന്വേഷണത്തിൽ, വിശദമായ പരിശോധനയ്ക്കൊടുവിലാണ് അവർ വളരെ വിദഗ്ധമായി തന്നെ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും അവർ ശേഖരിച്ചത്. സാഹചര്യ തെളിവ് നമ്മൾ പറയുമ്പോൾ ഏതാണ്ട് ഈ കേസിൻ്റെ തുടക്കഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ ഈ പെൺകുട്ടി വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ പോലും സിദ്ദിഖിനെതിരെ ഇതിൽ ഒരു വിശ്വാസ്യത പലർക്കും ഉണ്ടായിരുന്നില്ല. പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു. കാരണം 8 വർഷങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടി വന്ന് വെളിപ്പെടുത്തൽ നടത്തുന്നു, അതിലൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നീട് അന്വേഷണ സംഘം വിദഗ്ധമായിരുന്നു അന്വേഷണം എല്ലാം നടത്തിയത് ഓരോ ഘട്ടത്തിൽ പോലും. കാരണം ഈ ആദ്യം നമ്മൾ മസ്കറ്റ് ഹോട്ടലിൽ പരിശോധന നടത്തുന്നു, ഈ പെൺകുട്ടിയും സിദ്ദിഖും ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു, അതിനുള്ള തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നു. ഈ നമുക്ക് അറിയാവുന്ന പോലെ തമ്പാനൂരിലുള്ള കൈരളി നിലാശ്രീ ആ തിയേറ്ററിൽ വെച്ചിട്ടാണ് ഒരു പ്രിവ്യൂ ഷോ നടക്കുന്നത്. ആ പ്രിവ്യൂ ഷോയിൽ വെച്ച് സിദ്ദിഖിനെ ഇവർ കണ്ടുമുട്ടുന്നു. ഈ സ്വാഭാവികമായി ഈ പെൺകുട്ടി സിനിമയിൽ ഒരു അവസരം കിട്ടുമോ എന്ന് സിദ്ദിഖിനോട് ചോദിക്കുന്നു. ഇപ്പോൾ സമയമില്ല എന്ന് സിദ്ദിഖ് പറയുന്നു. താൻ താമസിക്കുന്ന മസ്കറ്റ് ഹോട്ടലിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് 2016 ജനുവരി 28 ഈ അച്ഛനും അമ്മയ്ക്കും ഒരു കൂട്ടുകാരിക്കുമൊപ്പം ഈ പെൺകുട്ടി സിദ്ദിഖിനെ കാണാൻ ഈ ഹോട്ടലിലേക്ക് ചെല്ലുന്നത്. അവിടുത്തെ ലോബിയിൽ വെയിറ്റ് ചെയ്യുന്നു. ആ സിദ്ദിഖ് മറ്റൊരു സംഭാഷണത്തിൽ എന്തോ ആയിരുന്നു, ഒരു തിരക്കിലായിരുന്നു. അങ്ങനെ കാണാൻ കൂടുതൽ സമയം വേണ്ടിവരുമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഈ പെൺകുട്ടി അവിടെ ആക്കിയിട്ട് ഇവിടെ കൂടെ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും കൂട്ടുകാരിയും അവിടെ നിന്ന് പോകുന്നു. അങ്ങനെയാണ് ശേഷമാണ് ഈ പെൺകുട്ടി ആ മുറിക്കകത്ത് കയറുന്നത്. ഈ ആദ്യഘട്ടത്തിലെ അന്വേഷണ സംഘം ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഈ പെൺകുട്ടി ഈ മുറിയുടെ നമ്പർ ഓർമ്മയില്ല, ദിവസം ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നീട് ഈ നേരിട്ട് ഈ പെൺകുട്ടിയുമായി പോലീസ് അവിടെ എത്തി തെളിവെടുപ്പ് നടത്തി. അങ്ങനെയാണ് ഈ 101D എന്ന മുറി പെൺകുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഈ മൊഴി എടുക്കുമ്പോൾ തന്നെ പെൺകുട്ടി പറഞ്ഞിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുറിക്കകത്തെ ജനലിൻ്റെ കർട്ടൻ മാറ്റി നോക്കുമ്പോൾ താഴത്തെ സ്വിമ്മിംഗ് പൂൾ കാണാമെന്നായിരുന്നു. അങ്ങനെ തന്നെ ഈ പെൺകുട്ടിയുമായി തെളിവെടുത്തപ്പോഴും അങ്ങനെ ആ മുറിയിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയാണ്, ലൈഫ് ഈസ് എ ബൂമറാങ്, വാട്ട് യു ഗിവ് യു ഗെറ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഈസ് എ ബൂമറാങ്, വാട്ട് യു ഗിവ് യു ഗെറ്റ്. എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്ന ഈ പരാതിക്കാരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. അവർ പ്രതികരണം നടത്തിയതാണ്, നേരത്തെ തന്നെ പ്രതികരണം നടത്തിയതാണ്. എന്ന് പറഞ്ഞാൽ അവർ ചർച്ചയിലൊന്നും ഇരിക്കാൻ തയ്യാറില്ല എന്നറിയിക്കുമ്പോൾ തന്നെ ആ പരാതി ഇത്തരത്തിൽ ഇപ്പോൾ പരാതികളുടെ അഭിഭാഷകൻ തന്നെ പറയുന്നുള്ളത് SITയോട് മാത്രമായി പറഞ്ഞ ചില കാര്യങ്ങൾ അത് അവിടുന്ന് ചോരുന്നു, അത് മാധ്യമങ്ങളിലേക്ക് പോകുന്നു, അത് ഗുരുതരമായ പ്രശ്നമാണ് എന്ന് കോടതിയിലടക്കം ഈ പരാതിക്കാരുടെ അഭിഭാഷകരടക്കം ഉന്നയിക്കുന്നുണ്ട്. അത് അങ്ങനെയാണെങ്കിൽ അത് വലിയ ഗുരുതരമായ പ്രശ്നമാണ് എന്നുകൂടി പരാതിക്കാരുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ പറയുകയായിരുന്നു. അത് SITയുടെ അത്തരത്തിൽ വളരെ സങ്കീർണമായ കേസന്വേഷണം നടത്തേണ്ട, ഇപ്പോൾ ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടർച്ചയിലൊക്കെ ഈ പരാതിക്കാർ അല്ലെങ്കിൽ മൊഴി നൽകുന്നവർ കണ്ണടച്ച് പൂർണ്ണമായി വിശ്വസിച്ച് SITയെ സമീപിക്കേണ്ട SIT
അത്തരത്തിൽ ഏതെങ്കിലും വാർത്ത ചോർത്തി കൊടുക്കുന്നു എന്നോ പരോക്ഷമായ വിമർശനം പോലും നല്ലതിനല്ല. അത് എന്താണ് എന്നുള്ള പരിശോധനയൊക്കെ നടക്കട്ടെ. എന്തായാലും സിദ്ദിഖിനെ തേടിയുള്ള അന്വേഷണ സംഘത്തിൻ്റെ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇത്ര മണിക്കൂറുകളാവുന്നു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ട്. ഇപ്പോഴും സിദ്ദിഖ് എവിടെയാണ് കൃത്യമായി സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞു അന്വേഷണ സംഘത്തിന് എന്ന കാര്യം അറിയില്ല. നേരത്തെ ഇവിടെ ഒരു ഹോട്ടലുണ്ട് എന്നുള്ള തരത്തിൽ ചില സൂചനകൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ആ ഹോട്ടലിൽ സിദ്ദിഖിനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം ഒഫീഷ്യലി നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. പോലീസ് അങ്ങനെ ഒരു ഇൻഫർമേഷൻ തരുന്നില്ല. ഇതിനോടകം തന്നെ എന്തെങ്കിലും പോസിറ്റീവ് റിസൾട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായും അത് പോലീസ് അറിയിക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇവിടെ കൈപ്പടമുകളിലെ വീട്ടിൽ, ആലുവയിലെ വീട്ടിൽ സിദ്ദിഖ് ഇല്ല എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അവിടങ്ങളിലൊക്കെ പോലീസ് നിരീക്ഷണമുണ്ട്. സിദ്ദിഖ് ഇന്നലെ രാത്രി മുതൽ ആരോടൊക്കെ സംസാരിച്ചു എന്നതിൻ്റെ ഫോൺ വിശദാംശങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴും സിദ്ദിഖ് എവിടെ എന്നുള്ളതിനെക്കുറിച്ച് പോലീസിന് അറിയാമോ എന്ന കാര്യം വലിയ ചോദ്യചിഹ്നമാണ്. അടുത്ത മണിക്കൂറുകൾ അറിയേണ്ട കാര്യമാണ്. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം.